8:20 8:40 ട്രെയിൻ. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാ. അതിൻ്റെ ലക്ഷറി കോച്ചാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. ടി വി ഒക്കെ അപ്പം ഞാൻ കഥ പറയട്ടെ. ഹലോ, അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താഷ്കെൻഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ അവിടെ നിന്ന് ബുക്കറയിലേക്ക് പോവാണ്. അപ്പം ട്രെയിൻ നമുക്കിപ്പം 8:40 ഇപ്പം സമയം 7:15 കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് വൈകി. ഇവിടെ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇപ്പം തന്നെ എത്തുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അടിച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി ഇപ്പം എത്ര സമയമായി? 8:20 8:40 ട്രെയിൻ. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാ. ബ്രേക്ക്ഫാസ്റ്റിൽ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചിട്ട്, പക്ഷെ സമയം കിട്ടിയില്ല. നമ്മളിപ്പം ഒരു എന്താ സാൻഡ്വിച്ച് അല്ലടാ, നമ്മളിപ്പോൾ ഒരു സാൻഡ്വിച്ചും പിന്നെ ഒരു കോഫിയും ബ്ലാക്ക് കോഫിയും മേടിച്ചു. ഇതിന് 20,000 സോം, അതിന് 10,000 സോം, അത്രയും പൈസയായി. അപ്പം ഇനി ഇത് ഞങ്ങൾ കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ്. വെൽക്കം ബാക്ക്. അപ്പം നമ്മളിപ്പം ഒരു ട്രെയിൻ മിസ്സായി പോയല്ലോ. അപ്പോൾ താഷ്കെൻഡിൽ നിന്ന് സമർക്കണ്ടിലേക്ക് നമ്മൾ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തു. അതിൻ്റെ ലക്ഷറി കോച്ചാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. അതാണ് ഈ ഫസ്റ്റ് കോച്ചാണിത്. അപ്പം ഇതാണ് നമ്മുടെ ട്രെയിൻ. ഫസ്റ്റും സെക്കൻഡ് കോച്ചും ലക്ഷറിയാണ്. നമ്മുടെ ലക്ഷറി കോച്ചിലേക്ക് കയറുമ്പോഴുള്ള എൻട്രൻസ് കുറച്ചിങ്ങനെ അടഞ്ഞു കണ്ടപ്പോൾ ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ നല്ല ഡോറൊക്കെ കണ്ടു. ഇങ്ങനെ കർട്ടൻസ് ഒക്കെ നോക്ക്, കർട്ടൻസ് ഒക്കെ കാണിച്ച് നല്ല മുത്തുക്കുടകളൊക്കെ തൂക്കിടക്കുന്നുണ്ട്. നമ്മുടെ റൂമല്ല, കോച്ച് നമ്പർ 1 കോച്ച്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നോക്ക് കുറേ സ്വിച്ചസ്. പിന്നെ അവിടെ കണ്ടോ പടമൊക്കെ വെച്ചേക്കണുണ്ടോ. ഇതിൻ്റെ ഉള്ളിലെ ഡിസൈൻസ് ഒക്കെ നോക്ക്, ഭയങ്കര ഡീറ്റെയിൽഡാണ്. ഇതൊരു ട്രെയിനാന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. കാരണം നമുക്ക് തുറക്കാൻ പറ്റില്ല. ഷെൽഫ്, അലമാരി ഉണ്ട്, ബോളിൽ ടി വി ഒക്കെ. ഇതെന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമുക്ക് പ്രൈവറ്റ് ബാത്റൂം വരെ ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഷവർ ചെയ്യാനുള്ള ഏരിയ നോക്ക്. ഇതൊക്കെ എന്താ? ഇതൊരു ട്രെയിൻ തന്നെയാണോ അതോ ഇതൊരു റൂം പോലെ ഉണ്ട്? ശരിക്കും ട്രെയിൻ പോലെ ഇല്ല. ഇവിടെ ബാത്റൂമിൽ പോയിക്കൊണ്ട് കാഴ്ച കാണാനായിട്ട് എങ്ങനെ പൊറക്കണേ? അയ്യോ, ഇതൊന്നും കാണില്ലല്ലോ. ലൈറ്റിന് വേണ്ടി മാത്രമുള്ള ഈ ഒരു സംഭവം. പിന്നെ വെള്ളം, സോപ്പൊക്കെ പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ടുള്ള വായ എഴുതാനുള്ള കപ്പ്, പിന്നെ ലിക്വിഡ് ഹാൻഡ് വാഷ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇഷ്ടമായി. പിന്നെ ഇവിടെ നിന്നൊരു കുളി. ഏണി. ഈ ഏണി എവിടെ കയറാനാ? അതിന്റെ പൊക്കത്ത് കയറാൻ വല്ലതും ആണോ ഈ ഏണി? ഓ മൈ ഗോഡ്, ഇതെന്താണ്? അത് കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇതൊരു സ്മോക്ക് ഡിറ്റക്ടറാണ്. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. നമ്മുടെ ഡോറൊക്കെ കണ്ടോ? അവിടെ പടം. പിന്നെ 2 ബെഡ്സ്. പിന്നെ ഇതെന്താ പുതപ്പ്. എല്ലാം നല്ല ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ നോക്ക്. ഇതെന്താ മിഠായിയാണോ ഷുഗറാണോ അറിയില്ല. എന്തൊരു സാധനം ഷുഗറാണെന്ന് തോന്നുന്നുണ്ട്, അല്ലെ ഷുഗർ ക്യൂബ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഗ്രീൻ ടീ ഉണ്ട്, ബ്ലാക്ക് ടീ ഉണ്ട്. പിന്നെ ഇവരുടെ മെയിൻ സംഭവം, ഇവര് ചായ കുടിക്കണത് ഇങ്ങനെയാ. ബ്ലാക്ക് ടീ എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ കുടിക്കും. അത് ഇവരുടെ ഒരു സ്റ്റൈലാന്ന് തോന്നുന്നു. അങ്ങനെ ജാപ്പനീസ് സ്റ്റൈൽ പോലെ. ടീ പോട്ട്. കൈക്ക് ചൂട് കിട്ടാൻ വേണ്ടി. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. അപ്പം ഇതൊക്കെ ഇതുണ്ടോ? ഓരോ സംഭവങ്ങളും എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. ഈ മുകളിലെ ഡിസൈൻസ് ഒക്കെ നോക്ക്. നമ്മുടെ ഇവിടെ രാജധാനിയൊക്കെ ഇങ്ങനെയാണോ? ഇതിന്റെ റേറ്റ് എത്രയാ? 2 പേർക്കും കൂടി 3000 സംതിങ് ആണ് ഇതിന്റെ റേറ്റ്.
ഈ ഒരു ഇത് എടുക്കാനായിട്ട്. നമ്മുടെ അവിടെ എനിക്ക് തോന്നുന്നു രാജധാനിയിലെ ലക്ഷറി കോച്ചിന് ഒരാൾക്ക് 8,000 സംതിങ് ആണ്. പിന്നെ ഇവിടെ 3,000 രൂപയേ ഉള്ളൂ ഈ സീറ്റ് കിട്ടും. ഹീറ്റർ എല്ലാം ഉണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്. അതേ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് ഇങ്ങനെ കിടക്കുക. അത് ക്ലിയർ അല്ല, വിൻഡോയിൽ കുറച്ചിങ്ങനെ ഫോഗ് വന്നിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കഥ പറയട്ടെ. അപ്പം നമ്മൾ അവിടെ കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ട്രെയിൻ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് മിസ്സായിരുന്നു. ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാൻ പറ്റും. സമയം നോക്കിയില്ല. ആ സമയത്ത് എന്തോ നമ്മൾ വേറെ എന്തോ ലോകത്തായിരുന്നല്ലേ. ഈ ട്രെയിനിന്റെ സമയം, ട്രെയിൻ മിസ്സാവും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തൊന്നും ചിന്തയിലുണ്ടായിരുന്നില്ല. കുറച്ച് പ്ലാനിങ് കൂടിപ്പോയപ്പോൾ ഇത്തിരി കോൺഫിഡൻസ് കൂടി. അങ്ങനെ നമ്മുടെ ആ ട്രെയിൻ മിസ്സായി. അത് കഴിഞ്ഞ് അടുത്ത ട്രെയിൻ ഉണ്ടോ നോക്കിയപ്പം ട്രെയിൻ ഈ അടുത്തിടയ്ക്കൊന്നും കാണാനില്ല. ബസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണെങ്കിൽ ഡയറക്റ്റ് ബസ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. സമർക്കണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവിടെ അതുണ്ടായിരുന്നു. പക്ഷെ അത് രാത്രിയാണ് ബസ്. അപ്പം ആ സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ആ സമയത്ത് വേറൊരു മൈൻഡായിരുന്നു. അപ്പം ട്രെയിൻ എന്താണ് നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്ത് പ്രിൻ്റ് ആ ചേച്ചി തന്നു കഴിഞ്ഞ സമയത്ത് ഇവൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടിക്കറ്റ് എടുക്കല്ലേ, നമുക്ക് ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു സമർക്കണ്ടിലേക്കെന്ന്. പക്ഷെ ഞാൻ അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ടിക്കറ്റ് എന്ന് ചോദിച്ചു. ആ ചേച്ചി അപ്പോൾ എനിക്ക് വല്ല വട്ടാന്ന് വെച്ചിട്ടുണ്ട്. കുറേ പ്രാവശ്യം പോയി ഞാൻ അവിടെ എൻക്വയറി ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറയണു അപ്പം തന്നെ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങൾ ആ പൈസ പോട്ടേന്ന് വെച്ചു. എന്നാലും ജസ്റ്റ് ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ അതവിടെ രാത്രിയിലത്തെ ഇനിയിപ്പോൾ വേറെ ട്രെയിനൊന്നും കിട്ടിയില്ലെങ്കിൽ ബസ് രാത്രിയിൽ തന്നെ പോവാന്ന് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നേരെ അടുത്ത ടാക്സി പിടിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് പറ്റുന്നില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ചോദിച്ചപ്പം ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഓൺലൈൻ നോക്കുമ്പോൾ കാണുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കാർഡ് വെച്ചിട്ട് എന്തോ പേയ്മെൻറ്റ് എന്തോ ഇഷ്യൂ നടക്കാനുള്ളതെന്ന് കാണിക്കുക. നമ്മൾ പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക, ചിന്തിക്കണില്ല. പിന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ട് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കണ്ടേ എന്തുകൊണ്ടാണ് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളവർ, തഷ്കണ്ടിലെ തന്നെ ഒരു പാസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ചേച്ചി പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല എന്നാണ്. പക്ഷേ ഓൺലൈൻ കാണിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ആവട്ടെ അവിടെ തന്നെ ഇരിക്കുക. പിന്നെ ടിക്കറ്റ് ഒന്ന് വെറുതെ നോക്കിയപ്പോൾ വേറെ റെയിൽവേ സ്റ്റേഷനാണ് തഷ്കണ്ടിലെ. ഏതായിരുന്നു ജനൂബി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. അത് ആ സ്റ്റേഷനിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ടാക്സി എടുത്ത് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയി. പിന്നെ ഇപ്പം ആ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിരിക്കണേ. അവിടുത്തെ ലക്ഷറി ട്രെയിനിലാണ് ഇപ്പം ഇരിക്കണേ. കാറിലിരുന്ന് ഞാൻ വിഷമിച്ച്, ഞാൻ വീഡിയോ ഇനി എടുക്കണ്ടോ ഇതൊക്കെ പറയണോ, എനിക്ക് ആകെ ഒരു ബ്ലാങ്ക് ആയിപ്പോയി നമ്മുടെ മൈൻഡ്. പിന്നെ ടെൻഷനൊക്കെ ആയി. അങ്ങനെ ഒരു ചെറിയൊരു ഷോട്ടെങ്ങാണ്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ നിർത്തുക എന്നാ. അപ്പോൾ നമുക്ക് സമർക്കണ്ടിലെത്തിയിട്ട് കാണാം. പോയി.